ആയത്തുള്ള അലി ഖമേനി പിൻഗാമിയെ പ്രഖ്യാപിച്ചതായുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ടല്ലോ. പട്ടികയിൽ 3 പേരുകൾ, ഖമേനിയുടെ മകന്റെ പേര് പട്ടികയിൽ ഇല്ലെന്നുള്ള വിവരം വരുന്നു. അതേസമയം ഭീകരൻ അബു അലി ഖലീലിനെയും മകനെയും വകവരുത്തി ഇസ്രായേൽ എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട്. അത് വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതാകാം എന്നാണ് പുറത്തുവരുന്ന വിവരം. ഐസൻ, അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി. തീർച്ചയായും രോഹിണി, ഈ വ്യോമാക്രമണത്തിൽ ശക്തമായ രീതിയിലുള്ള പ്രതികരണമുണ്ടായപ്പോൾ, ആക്രമണമുണ്ടായപ്പോൾ പല രീതികളിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇറാനിൽ. ഇറാനിൽ നാശനഷ്ടം സംഭവിച്ചതിൻ്റെ ഭാഗമായാണ് ഈ ഭീകരൻ്റെ കൊലപാതകവും ഭീകരൻ്റെ മകനും ഉൾപ്പെടെ കൊല്ലപ്പെട്ടത് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ശക്തമായ ഒരു ആക്രമണം വീണ്ടും തുടരുകയാണ് എന്നാണ് അറിയാനും സാധിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഈ അമേരിക്കയുടെയും അതുപോലെ തന്നെ സംയുക്തമായി നടന്ന ഇസ്രായേലും ചേർന്ന് നടന്ന ആക്രമണത്തിലാണ് വലിയ തോതിലുള്ള നാശങ്ങളുണ്ടായത്. വലിയ തോതിൽ നാശനഷ്ടങ്ങളുണ്ടാകുകയും ആക്രമണം ശക്തമാവുകയും ചെയ്തത് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ്. ഈ ആക്രമണത്തിലാണ് ഇത്തരത്തിൽ ഭീകരരുടെ ആൾനാശം എല്ലാം തന്നെ ഉണ്ടാകുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുകയും ചെയ്തത്. മറ്റൊരു സുപ്രധാന വിഷയം, നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ ഈ പിൻഗാമിയെ തെരഞ്ഞെടുത്തുകൊണ്ട് ആയത്തുള്ള അലി ഖമേനി ചില നീക്കങ്ങൾ നടത്തിയെന്നാണ്. 3 പേരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി നൽകി എന്നാണ്. ഈ ഇസ്ലാമിക പുരോഹിതന്മാരുടെ തന്നെ ഒരു ലിസ്റ്റാണ് നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും അത്തരത്തിലുള്ള ആ പൗരോഹിത്യത്തിലുള്ള ആളുകൾ തന്നെയായിരിക്കും ഇറാൻ്റെ മേധാവിത്വത്തിലേക്ക് വരേണ്ടത് എന്ന ഒരു നീക്കത്തിൻ്റെ ഭാഗമായി കൂടിയാണ് ഖമേനി ഈ തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേ രീതിയിൽ തന്നെ നിലവിലെ ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന രീതിയിൽ തന്നെ തങ്ങളുടെ രാജ്യത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ് നടന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുവേണ്ടിയാണ് 3 പേരെ തിരഞ്ഞെടുക്കുകയും ആ റെജിം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ളൊരു നീക്കം ഖമേനി നടത്തുകയുമായിരുന്നു എന്നാണ് അറിയുന്നത്. അതേസമയം നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ മൊജ്തബ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്വന്തം മകൻ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന ഒരു വസ്തുതയും നിലനിൽക്കുന്നുണ്ട്. അതിന് പല കാരണങ്ങളാണ് പറഞ്ഞു കേൾക്കുന്നത്. അതൊരു ജനാധിപത്യ സ്വഭാവമുള്ള ഒരു രാഷ്ട്ര സങ്കല്പത്തിൽ പ്രവർത്തിക്കണം, തങ്ങളുടെ രാഷ്ട്രം എന്ന് വാദിക്കുന്നൊരു വ്യക്തി കൂടിയാണ് മൊജ്തബ. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ അദ്ദേഹത്തിന് ഈ നിയന്ത്രണം വിട്ടുകൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായും പഴയ രീതിയിലേക്ക്, അതായത് ഇസ്ലാമിക വിപ്ലവത്തിന് മുൻപുള്ള രീതിയിലേക്ക് ഇറാനെ തിരിച്ചു കൊണ്ടുപോകാൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ശ്രമങ്ങളുണ്ടാകുമെന്ന ഒരു തോന്നലിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തേണ്ടതില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നീക്കം നടത്തേണ്ടതില്ല, അതായത് ഈ മൊജ്തബയെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു സംവിധാനം വേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് ഖമേനി എത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മൊജ്തബയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ളൊരു നീക്കവും നടത്തുന്നു. ജനാധിപത്യ സംവിധാനങ്ങളെല്ലാം തന്നെ ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്ഷോഭ സ്വഭാവത്തിൽ ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവും ഇറാനിലെ ഒരു രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലമായി നിലനിൽക്കുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ ഇത്തരമൊരു നീക്കങ്ങൾ കൃത്യമായും ഖമേനിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രോഹിണി, ശരി. ഐസൻ ജോസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.